വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലെ. അപ്പൊ നമ്മളിതാ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനിയുള്ള സമയം വെറുതെ കളയാനില്ല. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ 8ാം ക്ലാസ്സിലെ ബയോളജിക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെ ആ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് മുന്നോട്ട് പോവാണ്. സോ എല്ലാ മക്കളും റെഡിയാണ്, സെറ്റ് ആണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ റിവിഷൻ ആരംഭിക്കുകയാണ് അല്ലെ. അപ്പം ഇനി അങ്ങോട്ട് സമയമൊന്നുമില്ല. നമ്മുടെ ബാച്ചിൽ ഓൾറെഡി നമ്മൾ റിവിഷൻ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അറിഞ്ഞു. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കണം. നമുക്ക് കോൺസെപ്റ്റുകളും ഡൗട്ട് ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. സോ നേരെ ഇതാ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോളാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം? സയന്റിഫിക് റെയർ ഓഫ് ഹണി ബി ഈസ് കോൾഡ് എപ്പികൾച്ചർ. അത് നമുക്കറിയാമല്ലോ അല്ലെ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയിൽ നമ്മൾ പറയുന്നതാണ് എന്ത്, എപ്പികൾച്ചർ. കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഹോർട്ടികൾച്ചർ. അത് ശരിയല്ലേ? യെസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വളർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോർട്ടികൾച്ചർ എന്ന് നമ്മൾ പറയാറ്. സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂംസ് ഈസ് കോൾഡ് ക്യൂണിക്കൾച്ചർ. അത് ശരിയാണോ? അല്ല. മഷ്റൂംസിനെ മഷ്റൂം കൾച്ചർ എന്ന് തന്നെയാ പറയാ. ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, റാബിറ്റ് റെയറിങ്, മുയൽ വളർത്തുന്നതിനെയാണ്. സയന്റിഫിക് റെയർ ഓഫ് ഫിഷ് ഇസ് വാട്ടർ ബോഡീസ് ഈസ് കോൾഡ് സെറികൾച്ചർ. തെറ്റല്ലേ? അതിന് നമ്മൾ പിസികൾച്ചർ എന്നാണ് പറയാറ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 1ഉം 2 ആണ് കറക്റ്റ്. അപ്പൊ നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ ബി ആണ് ശരി എന്ന് പറയാം അല്ലെ. 1ഉം 2ഉം ശരിയായതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? നേരെ ഇത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. വീണ്ടും കറക്റ്റ് പെയർ ആണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. റോബർട്ട് ഹുക്ക് ഡിസ്കവർഡ് ദ സെന്റർ ഓഫ് ദ സെൽ. ശരിയല്ലേ? റോബർട്ട് ഹുക്ക് ആണോ എന്ത് ചെയ്തിരിക്കുന്നത്, സെന്റർ ഓഫ് ദ സെൽ കണ്ടുപിടിച്ചത്? അല്ല, റോബർട്ട് ഹുക്ക് സെല്ലാ കണ്ടുപിടിച്ചത്. റോബർട്ട് ഹുക്ക് എന്താ കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഇത് തെറ്റല്ലേ? അതെ, അത് തെറ്റാണ്. അപ്പൊ നമുക്ക് പറയാം ദിസ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ്. റോബർട്ട് എച്ച് വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് ശരിയല്ലേ? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് നമ്മുടെ 5 കിങ്ഡം വർഗീകരണം കണ്ടെത്തിയത്. എം ജി ശ്രീധരൻ ഫൗണ്ട് ആനിമൽ ബോഡീസ് മേഡ് അപ്പ് ഓഫ് സെൽ. തെറ്റാണ്. പ്ലാന്റ് ബോഡി സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നെന്ന് കണ്ടുപിടിച്ചത് എം ജി ശ്രീധരൻ. ആനിമൽ സെല്ലിനെ കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ്? യെസ്, പറയൂ. തിയോഡർ ഷ്വാനാണ്. അപ്പൊ ഓരോ സയന്റിസ്റ്റുകളുടെ പേരുകൾ പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ഫോളോയിങ്ങും ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ കറക്റ്റ് പേരൊക്കെ ചോദിക്കാൻ ചോദ്യങ്ങൾ വരും. സോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മേക്ക് സ്യൂട്ടബിൾ ഫെയേഴ്സ് യൂസിംഗ് ദ ഇൻഡിക്കേറ്റർ ഗിവൺ ഇൻ ദ ബോക്സ് ആസ് പെർ ദ മോഡൽ. മോഡൽ നോക്കി കറക്റ്റ് ഈ തന്നിട്ടുള്ള വാക്കുകൾ എന്ത് ചെയ്യണം, പെയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ മൂവ്മെന്റ് ഓഫ് ബോഡി, റൈബോസോംസ്, കണ്ടക്ടർ ഓഫ് മെറ്റീരിയൽ, നമുക്ക് പല സെൽ ഓർഗനൽസ്, കോശാംഗങ്ങൾ തന്നിട്ടുണ്ട്, അവരുടെ ധർമ്മങ്ങളാണ് തന്നിട്ടില്ല, അതിന് പെയർ ആക്കണം. അപ്പൊ നമുക്ക് നോക്കാം. മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നതാണ് എന്ത്, മൂവ്മെന്റ് ഓഫ് ബോഡി, നമ്മുടെ ശരീര ചലനത്തിന് സഹായിക്കുന്നത് പേശികലയാണ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്തിനു വേണ്ടിയിട്ട്, കണ്ടക്ടർ ഓഫ് മെറ്റീരിയൽ, നമ്മളെ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. റൈബോസോം പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നു, മാംസ നിർമ്മാണത്തിന് സഹായിക്കുന്നു. സ്ക്ലീറൻ കൈമിയോ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് കൊടുക്കുന്നു, താങ്ങും ബലവും നമുക്ക് നൽകുന്നു അല്ലെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം, എപ്പോഴും ഫംഗ്ഷൻസ് ചോദിക്കാറുള്ളതാണ്. അടുത്ത് നോക്കാം. സസ്റ്റൈനബിൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മേക്ക് വൺസ് ഡീക്കേയിങ് മാറ്റർ ആസ് മാനുവർ ഫോർ അനദർ. ഒന്നിന്റെ അവശിഷ്ടങ്ങൾ മറ്റൊന്നിന് വളമായി മാറുന്നു. ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകി വിപണിയിൽ ആശ്രയിത്വം കുറയ്ക്കുന്നു. അപ്പം ബാക്കിയുള്ള 2 പോയിന്റ് എന്തൊക്കെ നമുക്ക് സുസ്ഥിര കൃഷിയിൽ ചേർക്കാം. അതാണ് വേസ്റ്റ് മാനേജ്മെന്റ് is done at the source itself. In effect, no waste remain. അല്ലെ, ഉൽപാദന ചിലവ് എന്ത് ചെയ്യുന്നു, കുറയ്ക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് നല്ല രീതിയിൽ നടത്താൻ പറ്റും. ദെൻ ബയോഡൈവേഴ്സിറ്റി ഈസ് കൺസേർവ്ഡ് ബൈ ഗ്രോയിങ് നേറ്റീവ് വെറൈറ്റീസ്. നാടൻ വിളകൾ അല്ലെ, നമ്മുടെ നാടൻ ഇനങ്ങൾ തന്നെ കൃഷി ചെയ്തുകൊണ്ട് വൈവിധ്യമാർന്ന വിളകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് എന്തൊക്കെ നമുക്ക് ചെയ്യാം. യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് ഈസ് റെഡ്യൂസ്ഡ്. ഇതിന്റെ അഡാപ്റ്റേഷൻ നമുക്ക് പറയാം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് പറയാം. ഡൈവേഴ്സ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ സെയിം ഫീൽഡ്. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ പറ്റുന്നു. നാടൻ ഇനങ്ങളെ വളർത്തുന്നതിനും ജൈവ വൈവിധ്യ സംരക്ഷണം സാധ്യമാക്കും. അപ്പൊ ഇതുപോലെ ഏതൊരു പോയിന്റും നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പഠിക്കണം. 2 methods of conserving biodiversity are given below. Identify the name and each with the example. Research centers to preserve seeds and gametes കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Hints about some organisms are given below. Name the kingdom to which this organism does belong. ഓട്ടോട്രോഫിക്, സ്വപോഷികളാണെന്ന് പറയുന്നുണ്ട്. മൾട്ടി സെല്ലുലർ, അതായത് എന്താണ്, കുറെ കോശങ്ങൾ അല്ലെ, ഏകകോശികളല്ല, ബഹുകോശ ജീവികളാണെന്നും പറയുന്നുണ്ട്. അപ്പം സ്വപോഷികളാണ്, ബഹുകോശ ജീവികളാണ് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ബഹുകോശ ജീവികളാണെന്ന് തന്നിട്ടുണ്ട്. നോൺ മോട്ടൈൽ ആണ്, അവർക്ക് എന്ത് ചെയ്യില്ല, ചലനം സാധ്യമാവില്ല. അവരെ നമ്മൾ പറയുന്നതാണ് പ്ലാന്റ്. ഇനി യൂണിസെല്ലുലാർ വിത്ത് ന്യൂക്ലിയസ്, ഏകകോശ യൂകാരിയോട്ടുകളെ വിത്ത് ന്യൂക്ലിയസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, പ്രോടെസ്റ്റ, കിങ്ഡം പ്രോടെസ്റ്റ എന്ന് പറയുന്നത്. അപ്പം തന്നിട്ട് ഇതുപോലെ കിങ്ഡംസ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കാം. സയന്റിഫിക് നെയിം ഓഫ് മാഞ്ചിഫെറ ഇൻഡിക്ക, മാഞ്ചിഫെറ ഇൻഡിക്കയുടെ ശാസ്ത്രീയ നാമം തന്നിട്ടുണ്ട് അല്ലെ. അപ്പം മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണത് മാഞ്ചിഫെറ ഇൻഡിക്ക. വാട്ട് ഇസ് ഫസ്റ്റ് ടേം ആൻഡ് സെക്കൻഡ് ടേം, അതിൽ ആദ്യ പദവും രണ്ടാമത്തെ പദവും സൂചിപ്പിക്കുന്ന എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാഞ്ചിഫെറ എന്ന് പറയുന്നത് ജീനസിനെ സൂചിപ്പിക്കുന്നു, ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷ്യസിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പേരുകൾ, ഇതുപോലെ പേര് കൊടുക്കുന്ന പദ്ധതിക്ക് നമ്മൾ പറയുന്നത് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ്. ഇനി ഇതുപോലെ മക്കളെ വൈറസിന്റെ ചിത്രം തന്നിട്ട് ചോദിക്കാറുണ്ട്, ചിത്രം ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഇതേതാണ്, വൈറസ് ആണ് അല്ലെ, HIV വൈറസിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. വിച്ച് ക്യാരക്ടേഴ്സ് ഓഫ് ദീസ് പാത്തജൻ ക്യാൻ സ്പീഡ് അപ്പ് ദ സ്പ്രെഡ് ഓഫ് ദ ഡിസീസ്, ഇതിൽ എന്താണ് ഈ ഒരു രോഗം പെട്ടെന്ന് പകരാനുള്ള കാരണം, അതിന് പ്രത്യേകത ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വൈറസ് എന്ന് പറയുന്നത് എന്താണ്, അസെല്ലുലാർ ആൻഡ് ആക്റ്റീവ് യൂസിങ് മൾട്ടിപ്ലൈങ് അല്ലെ. ഒരു ഹോസ്റ്റ് സെല്ലിലാണ് ഇവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്താ, ഇവരൊരു സെല്ലുലാർ അല്ല, കോശമല്ലാത്ത ജീവിയാണ്. ഇത് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുന്നു, ജീവകോശത്തിനുള്ളിൽ വസിച്ച് പെരുകി അവയെ നശിപ്പിക്കാൻ കഴിവുള്ളവരാണിത് ഈ വൈറസ് എന്ന് പറയുന്നത്. അപ്പം വളരെ പ്രത്യേകമുള്ള ഒരു ചോദ്യമാണ്, ഇത് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. കിങ്ഡം, ഫൈലം അല്ലെ, നമ്മുടെ കാറ്റിന്റേതാണ് ചോദിച്ചത്, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് പൂച്ചയുടെ. അപ്പൊ അതുപോലെ പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ഇത് ഫില്ല് ചെയ്യാൻ പഠിക്കണം. കിങ്ഡം ആനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമ്മീലിയ, ഓർഡർ കാർണിവോറിയാണ്, ഫാമിലി ഫെലിഡേ, ജീനസ് ഫെലിസ് ആൻഡ് സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ്. ഇതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്, മനുഷ്യന്റെയും പഠിച്ചു വെക്കണം. കിങ്ഡം, അതുപോലെ തന്നെ ടാക്സോണമിക് ഹൈറാർക്കി. പോളി ഹൗസ് ഫാമിങ്ങും അതുപോലെ പ്രിസിഷൻ ഫാമിങ്ങിന്റെ പ്രത്യേകത, ടേബിൾ തന്നിട്ട് കറക്റ്റ് ആയിട്ട് ടേബിളിലേക്ക് എഴുതാൻ ചോദിക്കും. അപ്പൊ സോയിൽ പോളിത്തീൻ ഷീറ്റ് ഇട്ട് കവർ ചെയ്യുന്നതിനെ നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നു. കംപ്ലീറ്റ് ആ ഫീൽഡ് ആണ് പോളിത്തീൻ ഷീറ്റ് ഇട്ട് കവർ ചെയ്തെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് പോളി ഹൗസ് ഫാമിംഗ്. അതുപോലെ തന്നെ ടെമ്പറേച്ചറും മോയ്സ്ചറും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എവിടെയാ, അത് നമ്മുടെ പോളിഹൗസ് ഫാമിങ്ങിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്യൂട്ടബിൾ ക്രോപ്പ് ഈസ് സെലക്ടഡ് ബൈ സ്റ്റഡിയിങ് ദ ന്യൂട്രിയൻസ്, മണ്ണിന്റെ ന്യൂട്രിയന്റ്, pH ലെവൽ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നടത്തുന്ന കൃഷിരീതി എന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് ആണ്. അപ്പൊ ഇതുപോലെ ടേബിൾ തന്നിട്ട് ഓരോന്നും ഏതാണെന്ന് അടയാളപ്പെടുത്താനും ചോദിക്കാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ, ബൈ.